ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ ഫലം 27 നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം. 2025 ഡിസംബർ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആസ്ട്രോളജി ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സിന്, അങ്ങനെ ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം നമുക്ക് വാരഫല വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. സംസാരത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു മിതത്വ ഭാവം നിങ്ങൾ നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ സംസാര നിമിത്തം ബന്ധുക്കൾ, അതുപോലെ തന്നെ ഒഫീഷ്യലി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോലും ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അങ്ങനെ ശത്രു തടസ്സം മൂലം വർക്കിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഉടലെടുക്കാനും അത് നിമിത്തം കുടുംബത്ത് അങ്ങനെയുള്ള ശാന്തിക്കുറവ്, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാര്യങ്ങളും കാണിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ സംസാരം പ്രത്യേകം ഒന്ന് നിയന്ത്രിക്കുക. ധനപരമായിട്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുമ്പോൾ നല്ല രീതിയിൽ ജാഗ്രത വേണം. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കാണേലും, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണേലും വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിട്ടുള്ള വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം വരുന്ന ചൊവ്വാഴ്ച വരെ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. കുടുംബ ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഭദ്രകാളി മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലിപരമായിട്ട് അങ്ങനെയുള്ള ടെൻഷൻസ്, കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ഉദ്ദേശിച്ച രീതിയിലുള്ള വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനും നല്ല രീതിയിലുള്ള ആ ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകാനും സഹായകരമാകുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. പക്ഷെ വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിൽ മടി, അങ്ങനെയുള്ള അലസത കൂടി നിൽക്കാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ, പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തലവേദന, അങ്ങനെയുള്ള ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ശാന്തി സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രോപ്പർ ബഡ്ജറ്റിംഗ്, അതുപോലെ തന്നെ നല്ല ഡിസിഷനോട് കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു വാരമായിരിക്കും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകൈരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ കുടുംബത്ത് മാതാവിന് അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ അങ്ങനെയുള്ള ഒരു കാണിക്കുന്നതാണ്. ഞാനത് എല്ലാവർക്കും 100% വരും എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ജനന സമയത്തെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും ഇത് തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നതാണ്. അങ്ങനെ
ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ കൺസൾട്ടിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അങ്ങനെ കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷെ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ശത്രു തടസ്സം ചെറിയ തോതിൽ ഉണ്ടാകും. പക്ഷെ അത് കാര്യമാക്കണ്ട. അങ്ങനെയുള്ള ഇന്റർഫറൻസ് കാര്യങ്ങൾ ഉണ്ടാവുന്നതല്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. വാഹനം എടുക്കാൻ ഈ ഒരു വാരം വളരെ അനുകൂലമായിരിക്കും. വിവാഹം ആലോചിക്കുന്ന മിഥുനക്കൂർ നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് സംസാര നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരവും കാണിക്കുന്നതാണ്. നിങ്ങളുടെ സംസാരം മിതത്വ ഭാവത്തിൽ ആ ഒരു നല്ല സംസാരത്തോടു കൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കർക്കിടകക്കൂർ നക്ഷത്രക്കാര് കുടുംബപരമായിട്ട് ചെറിയ അങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് തന്നെ മുൻപോട്ട് പോവുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സം ഈ ഒരു വാരം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. പണം കടം കൊടുക്കുന്നത് ഈ ഒരു വാരം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ശത്രുക്കൾ ധനപരമായി ആ ഡീലിങ്ങിലൂടെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിലാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. സരസ്വതി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ്. ഔദ്യോഗികപരമായിട്ട് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം തുടക്കം ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള ക്ലേശങ്ങൾ, അതുപോലെ തന്നെ വായിലുണ്ടാകുന്ന അങ്ങനെയുള്ള അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സം ഈ ഒരു വാരം മാറി നിൽക്കുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഔദ്യോഗികപരമായിട്ട് നല്ല സമയമാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷനും അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹനം എടുക്കാനും നല്ല സമയമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഓവറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം, അങ്ങനെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻസ്, ഓവറായിട്ടുള്ള അലച്ചിൽ, യാത്രാക്ലേശങ്ങൾ കാര്യങ്ങളെല്ലാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയും ഈ ഒരു വാരം കാണിക്കുന്നതാണ്. കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി കൂടി നേടി മുൻപോട്ട് പോവുകയാണെങ്കിൽ തടസ്സങ്ങൾ ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സം കന്നിക്കൂർ നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. ഈ മന്ത്രം ദിവസവും സന്ധ്യാസമയം, പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പക്ഷെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ
കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനമെടുക്കാൻ അനുകൂലമായിട്ടുള്ള സമയം, വീട് പണിക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ നല്ല ദൈവാധീനമുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള പാഴ്ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത, ഡിസിഷൻ, നിങ്ങളുടെ തീരുമാനങ്ങളിലുള്ള പാളിച്ചകൾ നിമിത്തം അങ്ങനെയുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ഭദ്രകാളി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിയെ, ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. കർമ്മരംഗത്തുള്ള തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വാരമാണ് തുലാക്കൂർ നക്ഷത്രക്കാർക്ക്, തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിലും കിച്ചണിലും ഒക്കെ സ്ലിപ്പാകാതെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള തെന്നി വീഴാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ, ജാഗ്രതയോടുകൂടി വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ശ്രദ്ധക്കുറവുകൾ കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാനും അത് നിമിത്തം ബിസിനസ് നല്ല രീതിയിലുള്ള ഉന്നമനം, അങ്ങനെയുള്ള ഫ്ലറിഷിംഗ് കാര്യങ്ങൾ, ഉന്നമനത്തിനുള്ള സാധ്യതകളും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ശത്രു തടസ്സങ്ങളും ഈ ഒരു വാരം മാറി നിൽക്കുന്നതാണ്. മഹാവിഷ്ണുവിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരം ആയതുകൊണ്ട് തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ദൈവാധീനമുള്ള നല്ല ഒരു വാരമായിട്ടാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. സന്ധ്യാസമയത്ത് ശ്രീകൃഷ്ണ നാമങ്ങൾ ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്ര നാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷനും അനുകൂലമായിട്ടുള്ള സമയമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല സമയമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന, അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു സമയമാവും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും. എങ്കിൽ പക്ഷേ ഔദ്യോഗികപരമായിട്ട് ചെറിയ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വാരമായിട്ടാണ് ധനുക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് വരുന്ന വാരം. ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത, അങ്ങനെയുള്ള ഭാഗ്യക്കുറവിനുള്ള സാധ്യത കാണിക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ തടസ്സം, വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ചെറിയ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. കുടുംബത്ത് നല്ല സമാധാനത്തോടു കൂടിയുള്ള ഒരു വാരമായിരിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. വിദ്യാർത്ഥികൾക്ക് ദൈവാധീനമുള്ള സമയമാണ്. നല്ല രീതിയിലുള്ള പഠന മികവ് പുറത്തെടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾ, വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. ആരോഗ്യപരമായി അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്.
ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠന മികവ്, അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ ഉള്ള ദൈവാധീനം, സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും. വിദ്യാർത്ഥികൾക്ക് കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മകരക്കൂർ നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ജോബ് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത, യാത്രാ ക്ലേശങ്ങൾ കൂടാനുള്ള സാധ്യത, കൂടുതലായിട്ട് യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ കുടുംബത്ത് ചെറിയ തോതിൽ ശാന്തിയും സമാധാനവും അങ്ങനെയുള്ള ഐശ്വര്യക്കുറവും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദാമ്പത്യപരമായിട്ടുള്ള സൗന്ദര്യ പിണക്കം ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെയുള്ള അസാരസ്യങ്ങൾ, വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. നല്ല ഒരു രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകേണ്ട അത്യാവശ്യമാണ്. ഭാഗ്യപരമായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല സമയമാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള സമയമായിട്ടാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായി അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള വാരമാകും. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് സംസാരം പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാര നിമിത്തം മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നതാണ്. അങ്ങനെയുള്ള ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സംസാരത്തിലൂടെ ഉടലെടുക്കുന്നതാണ്. അതുകൊണ്ട് സംസാരം പ്രത്യേകം നിയന്ത്രിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ജോലി സംബന്ധമായിട്ട് കുറച്ച് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ശത്രു തടസ്സങ്ങൾ അങ്ങനെ അധികം ഏൽക്കുന്നതല്ല. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മീനക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചെറിയ പാളിച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുക. അങ്ങനെയുള്ള ഡിസിഷനുകളിലുള്ള പാളിച്ചകൾ നിമിത്തം ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പണം കടം കൊടുക്കുന്നത് നല്ല രീതിയിൽ നിയന്ത്രിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ, പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ, പ്രത്യേകിച്ച് നടുവിനുണ്ടാകുന്ന അസ്വസ്ഥത, കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥത, അതുപോലെ തലവേദന കൂടി നിൽക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആരോഗ്യ ക്ലേശങ്ങൾ ചെറിയ തോതിൽ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് അടുത്ത ആഴ്ചയിലെ 27 നക്ഷത്രക്കാരുടെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.